ശരിക്കും ചേട്ടന് ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് എന്റെ കോമ്പൻസേഷൻ കിട്ടണം. ഓ അല്ല, അത് തരാം. അത് എങ്ങനെയാണ്? മൊത്തമായിട്ട് വേണോ, ചില്ലറയായിട്ട് വേണോ, എങ്ങനെയാണ് എന്റെ പരിപാടി? അതൊക്കെ അത് എന്റെ ഇഷ്ടം പോലെ. പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? പേളി മാണി എന്നെ ബ്ലോക്ക് ചെയ്തു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പലരും പോസ്റ്റ് ഇട്ട് വന്നെങ്കിലും കേരളത്തിൽ നിന്ന് എയറിലേക്ക് പോയത് നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായ പേളിമാണിയാണ്. പോസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേ ഏറി കയറിയേക്കും. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. എന്തുകൊണ്ട് പേളിമാണി ഇങ്ങനെ വന്നിരുന്നിട്ട് വളരെ ന്യൂട്രൽ ആയിട്ട് രണ്ട് വെള്ളത്തിലും കാലി കിട്ടുന്ന രീതിയിൽ സംസാരിച്ചു എന്നുവെച്ചാൽ സ്റ്റുഡൻസിനെയും വിഷമിപ്പിക്കാൻ പാടില്ല, എന്നാൽ ഈ പറയുന്ന സംഘികളെയും വിഷമിപ്പിക്കാൻ പാടില്ല. ജെസി മതിയാക്ക്, രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. പേളിമാണിയുടെ പോസ്റ്റ് ഇച്ചിരി വലുതാണ്. ഞാനതൊന്ന് എന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുറച്ചൊക്കെ ഞാൻ വായിക്കാം. സുഗുണം പോകരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ വേദനാജനകമായിരുന്നു. നമുക്ക് എല്ലാവർക്കും നിമിഷം നിർത്തി ചിന്തിക്കാനും ആത്മപരിശോധന നടത്താനും അവർ നിർബന്ധിതരാക്കി. സീരിയസ്ലി ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ചിന്തിച്ച് മോദിജി പോസ്റ്റ് ഇട്ടതിന് ശേഷം ചിന്ത തീർന്നു. ഇനി കുഴപ്പമില്ല, എന്തെങ്കിലും ഞാനിവിടെ ഉറങ്ങ കൊണ്ട് കാച്ചിയേക്കാം. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ കരുത്തും ഐക്യദാർഢ്യവും നാം കണ്ടല്ലേ. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പരിക്കേറ്റ സംഘർഷങ്ങളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളും ഞാൻ കണ്ടു. ഞാൻ അങ്ങേരുടെ ശമ്പളക്കാരൻ മാത്രം. അങ്ങേര് പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നു. ദയവായി പരിക്കേൽക്കരുത്. ദയവായി സുരക്ഷിതനായി ഇരിക്കൂ. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക. വാവ്, സൂപ്പർ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ. ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയി. ഒരു ലക്ഷ്യവും ഒരു ജീവനും നഷ്ടപ്പെടുത്താൻ തക്കത്ര വിലപ്പെട്ടതല്ല. അല്ല പേളി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി. അല്ല അത് പിന്നെ ഒരു അങ്ങേര് 10-20 ദിവസം അവിടെ പോയി നിരാഹാരം കിടന്നു. 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ന്യൂസിനകത്ത് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് ന്യൂസുകാർ വരെ കൊടുത്തു തുടങ്ങിയത്. നാഷണൽ മീഡിയസ് ഒക്കെ ഗോദി മീഡിയയാണ്. അവരൊക്കെ ഇത് വളച്ചൊടിച്ച് വേറെ രീതിയിലാണ് കൊടുക്കുന്നത്. ഇല്ലാത്ത സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന് പത്രക്കാർക്ക് ഒരു ഫാഷനാണ്. വാർത്തകൾക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ പത്രക്കാരുടെ വെറും ഭാവനാ സൃഷ്ടികളാണ് അങ്ങ് പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ. ഇതും കൂടാഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഒരു ക്യാപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് മൈ ഫ്രീഡം ഓഫ് സ്പീച്ച്. കമന്റ് സെക്ഷൻ ഈസ് ദ റിഫ്ലക്ഷൻ. എന്നിട്ട് കമന്റ് സെക്ഷൻ എവിടെ? എവിടെ? എന്നിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആണ് ഗൈസ്. പേളിയുടെ കമന്റ് സെക്ഷൻ ഓഫ് ആണ്. ഇത് ഇട്ടപ്പോ തന്നെ 10,000-ൽ പുറത്ത് കമന്റ് വന്നു. അപ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ് കൂടുതലും. കുത്തിയിരുന്ന് കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ചോദിച്ചവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് കമന്റ് സെക്ഷൻ ഓഫ് ആയി കണ്ടം വഴി ഓടി. ഓർക്കാപ്പുറത്തെ ചില ചോദ്യങ്ങൾ മർമ്മത്ത് കൊള്ളുമ്പോൾ ആർക്കായാലും ഉത്തരമുണ്ട്. തെളിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഈ ഛർദ്ദിച്ചു വെച്ചതൊക്കെ നേതാവിനെ തിരിച്ചെടുക്കേണ്ടി വരും.